എല്ലാവർക്കും നമസ്കാരം. ആദംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഫ്രീക്വൻ്റ് ആയിട്ട് അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചതിൻ്റെ പുറത്ത് നമ്മൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഇപ്പോൾ പറയുകയാണ്. അതിനുശേഷം നമുക്ക് ബിസിനസ് സ്റ്റഡീസിൻ്റെ റിവിഷന് ശേഷം മാത്രമായിരിക്കും ബാക്കി ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ 20 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് നോക്കാം കേട്ടോ. സെക്ഷൻ എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജേണൽ ഈസ് നോഡ് ആസ് ഡാഷ്. ജേണൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി ആണ് എന്നുള്ളതാണ് ഉത്തരം. ഓപ്ഷൻസിൽ എ ആണ് ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്ന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആസ് പെർ അക്കൗണ്ടിങ് ഇക്വേഷൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് എമൗണ്ട്സ് ആർ കറക്റ്റ്. അക്കൗണ്ടിങ് ഇക്വേഷൻ അനുസരിച്ച് താഴെ തന്നിട്ടുള്ള എമൗണ്ട്സിൽ ഏതാണ് കറക്റ്റ്? അക്കൗണ്ടിങ് ഇക്വേഷൻ ഇവിടെ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ ലൈബിലിറ്റി ആയിട്ട് തന്നിരിക്കുന്ന എമൗണ്ടും ക്യാപിറ്റൽ ആയിട്ട് തന്നിരിക്കുന്ന എമൗണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കണം അസറ്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത് കേട്ടോ. അടുത്ത ഉത്തരത്തിലേക്ക് വരാം. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോവിങ് എറേഴ്സ് വിൽ എഫക്ട് ദി ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എറർ ഏതാണ്? ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒമിഷൻ ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ ഇൻ എ ജേണൽ, ബി recording a wrong amount of an item in journal, C mistake in totaling of sales book, D posting the correct amount on correct side but in wrong account. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഉത്തരം വരേണ്ടത്? സി മിസ്റ്റേക്ക് ഇൻ ടോട്ടലിംഗ് ഓഫ് സെയിൽസ് ബുക്ക് ആണ് ഉത്തരം വരേണ്ടത്. ഇനി അടുത്തത്, ആഫ്റ്റർ പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ദി അക്കൗണ്ടന്റ് ഫൈൻഡ്സ് ദാറ്റ് എ സെയിൽ ഓഫ് ₹390 to Ravi has been posted to the credit of his account as 290. To make the rectification, which of the following is correct? റെക്ടിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഏതാണ് കറക്റ്റായിട്ട് വരേണ്ടത്? എന്താണ് സംഭവിച്ചത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ 390 രൂപയുടെ ഒരു സെയിൽസ് രവിക്ക് നടത്തിയ ഒരു സെയിൽസാണ്. രവിക്ക് സെയിൽ ചെയ്തതാണ്. 390 രൂപയുടെ ആയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്തത് 290 രൂപയായിട്ട്. അപ്പോൾ എങ്ങനെയാണ് അത് കൃത്യമാക്കേണ്ടത്? അപ്പോൾ അത് ഓപ്ഷൻ സി ആണ്, ഡെബിറ്റഡ് ടു രവീസ് അക്കൗണ്ട് ബൈ 680 ആയിട്ട് അത് രവിയുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. Fifth question, which of the following is an item of income in a not-for-profit organization? A. Legacy, B. Donation for building fund, C. Life membership fees, D. Sales of newspapers. അതിൽ ഡൊണേഷൻസ് ഫോർ ബിൽഡിംഗ് ഫണ്ടാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? Which of the following is an item of income in a not-for-profit organization? Not-for-profit ഓർഗനൈസേഷൻ്റെ ഇൻകം ആയിട്ട് വരുന്നത് ഡൊണേഷൻസ് ഫോർ ബിൽഡിംഗ് ഫണ്ടാണ്. ഇനി അടുത്തത് ആറാമത്തത്, ഇൻ എ ട്രയൽ ബാലൻസ് ഓഫ് എ സോൾ ട്രേഡേഴ്സ് ഡെപ്റ്റേഴ്സ് വെയർ അപ്പിയറിംഗ് അറ്റ് ₹50,000 and bar debts amounting to ₹5,000. In additional information, it is written that create a provision for doubtful debts at 5% on debtors. The amount to be debited in profit and loss account of sole traders will be. അപ്പോൾ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടേണ്ടത് 2250 കേട്ടോ. 50,000 നിന്ന് 5000 കുറച്ച് 45,000 വരുന്നു. 45,000-ൻ്റെ 5% കാണുന്നു. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് കേട്ടോ. ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യം, ട്രേഡ് മാർക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദി ഫോളോവിങ് അസറ്റ്സ്. ട്രേഡ് മാർക്ക് താഴെ പറയുന്ന ഏത് അസറ്റ്സിന് എക്സാമ്പിളാണ്? ലിക്വിഡ് അസറ്റ്സ്, വേസ്റ്റിംഗ് അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, ഫിക്ടീഷ്യസ് അസറ്റ്സ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിളാണ് കേട്ടോ. എയ്ത്ത് ക്വസ്റ്റ്യൻ, അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഐറ്റം ഈസ് ഷോൺ ഓൺ ഡെബിറ്റ് സൈഡ് ഓഫ് റിവാലുവേഷൻ അക്കൗണ്ട്. ഒരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഏതാണ് കാണിക്കുന്നത്? എ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ലൈബിലിറ്റീസ്, ബി ലോസ് ഓൺ റിവാലുവേഷൻ, സി അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ്, ഡി അൺറെക്കോർഡഡ് അസറ്റ്സ്. ഇതിൽ
ഓപ്ഷൻ സി അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അൺറെക്കോർഡഡ് ലൈബിലിറ്റീസ് ആണ് നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. പ്രൊഫോമ പഠിക്കുമ്പോൾ പ്രോബ്ലം മാത്രമല്ല വരുന്നതെന്ന് മനസ്സിലായില്ലേ? 9th question, gaining ratio is calculated as A. New profit sharing ratio minus sacrificing ratio. B. Sacrificing ratio minus new profit sharing ratio. C. New profit sharing ratio minus old profit sharing ratio. D. Old profit sharing ratio minus sacrificing ratio. New profit sharing ratio minus old profit sharing ratio ആണ് ഉത്തരം വരേണ്ടത്. അടുത്തത്, when actual profit of a firm is 75,000 rupees, normal profit is 50,000 rupees and goodwill is calculated by 3 years purchase of super profit, then goodwill will be. അപ്പോൾ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം അല്ലേ? അതാണ്. അപ്പോൾ ഏതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഉത്തരമായിട്ട് വരുന്നത്? ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആക്ച്വൽ പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്, ഇവിടെ 3 അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് 75,000 എന്ന് പറയുന്നത് കേട്ടോ. When existing goodwill in the books is written off at the time of admission of a partner, it is transferred to old partner's capital accounts in which ratio? A. Gaining ratio. B. Old profit sharing ratio. C. New profit sharing ratio. D. Sacrificing ratio. B. Old profit sharing ratio ആണ് ഉത്തരം വരുന്നത്. അടുത്തത് 12. At the time of forfeiture of shares, share capital account is credited with the called up value of shares forfeited. B. Share capital account is debited with the nominal face value of shares forfeited. C. Share capital account is neither debited nor credited. D. Share capital account is debited with the called up value of shares forfeited. അപ്പോൾ ഇതിൽ നമുക്ക് ഡി ആണ് ഉത്തരം വരുന്നത്. ഇനി അടുത്തത് 13ാമത്തെ ചോദ്യം. When shares are issued for a price more than its face value, it is called A. Issue of shares at profit. B. Issue of shares at premium. C. Issue of shares at discount. D. Issue of shares at loss. ഇതിൽ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ആണ് ഉത്തരമായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം. An equity share of ₹10 which is issued at par and on which the company has called up ₹8 but received ₹6 has been forfeited by the company. The share forfeited account will be credited by. ഇതിൽ 8, 10, 6, 2 എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് കറക്റ്റ് ഉത്തരം വരേണ്ടത്? സി ആണ്, 6 ആണ് ഉത്തരം വരേണ്ടത്. 15ാമത്തെ ചോദ്യം, fill in the blanks. On cash basis of accounting, revenue is recognized only on receipt of dash. ക്യാഷ് ആണ് അവിടെ ഉത്തരം വരേണ്ടത്. ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് ആസ് ഇൻക്വേർഡ് വെൻ ദേ ആർ പെയ്ഡ് എന്നാണ് ഉത്തരം വരേണ്ടത്. ഇനി 16ാമത്തെ ചോദ്യം, give one word answer for the following. The explanation of journal entry is known as. നരേഷൻ എന്നാണ് ഉത്തരം വരേണ്ടത്. നമ്മൾ നരേഷൻ ആണ് ബ്രാക്കറ്റിൽ എഴുതി കൊടുക്കുന്നത്. അടുത്തത്, വിച്ച് അക്കൗണ്ട്സ് ഓൾവേസ് ഹാവ് എ ഡെബിറ്റ് ബാലൻസ്. എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ഉള്ളത് ഏതൊക്കെ അക്കൗണ്ട്സിനാണ്? അവിടെ നിങ്ങൾക്ക് അസറ്റ് എന്നോ എക്സ്പെൻസ് എന്നോ ഒക്കെ കൊടുക്കാം. രണ്ടിനും ഡെബിറ്റ് ബാലൻസ് ആണ് കേട്ടോ. 17th question. The mostly used input devices other than scanner are dash and dash. മൗസ് ആൻഡ് കീബോർഡ് ആണ് ഉത്തരം വരേണ്ടത്. ഇനി അടുത്തത്, give one word answer to the following. When the transaction has been recorded but an error is committed in the process of recording, this type of error is called errors of commission. ഇനി അടുത്തത് രണ്ടാമത്തത്, the software that is designed and developed to meet user specific needs is. application software എന്ന് നമുക്ക് പറയാം. 19ാമത്തെ ചോദ്യം, in the absence of information at the time of retirement, the remaining partners take the retiring partners share in which ratio? Old profit sharing ratio ആണ് ഉത്തരം വരുന്നത്. അടുത്തത്, in case of retirement of a partner, the goodwill is adjusted by debiting which account? റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ഉത്തരം വരേണ്ടത്. ഇനി 20ാമത്തെ ചോദ്യം, fill in the blanks. Under weighted average method of valuation of goodwill, weighted average profit is എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കി ഫില്ല് ചെയ്യണം. എന്താണ് ഉത്തരം വരേണ്ടത്? ടോട്ടൽ വെയ്റ്റഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയ്റ്റ് എന്നാണ് ഉത്തരം വരേണ്ടത്. അടുത്തത് 20ാമത്തെ ചോദ്യത്തിൻ്റെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. വെൻ എ പാർട്ട്ണർ ട്രാൻസ്ഫർ ഹിസ് ഓർ ഹെർ ഇൻട്രസ്റ്റ് ഇൻ ദി ഫേം ടു എ തേർഡ് പാർട്ടി, ഇറ്റ് ഈസ് കോൾഡ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം ബൈ മ്യൂച്വൽ എഗ്രിമെൻ്റ് എന്നാണ് ഉത്തരം വരേണ്ടത്. അപ്പോൾ 20 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കിയത്.
അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്ന നമ്മളിൽ നിന്ന് തന്നെയുള്ള ഒരാളുണ്ട്, നമ്മുടെ ചാനൽ വ്യൂ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോൾ ആൾ അയച്ചു തന്നുകൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് ആളോടൊരു വലിയ താങ്ക്സ് നമ്മുടെ എല്ലാവരുടെയും പേരിൽ പറയുകയാണ്. താങ്ക് യു. അപ്പോൾ അടുത്ത പാർട്ട് ഉടനെ വരും. ആ ഒരു പാർട്ടിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ.